യെസ്, നേരെ നമ്മൾ കാസർഗോഡ് നടന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്ക് പോകുകയാണ്. അവിടെ ഹരിതചട്ട ബോധവൽക്കരണ പരിപാടി കഴിഞ്ഞ ദിവസം SDPIയുടെ ഭീകരർ തടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ SDPI ഭീകരർ പറയുന്നത് ജുമാ നിസ്കാരം നടക്കുന്ന സമയത്ത് ഇത്തരം പരിപാടികളൊന്നും നമ്മുടെ നാട്ടിൽ നടത്താൻ പാടില്ല എന്നാണ്. ഒന്ന് ഓർത്തു നോക്കിക്കോളൂ, ഇസ്ലാമിസ്റ്റുകൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്വാധീനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ ഏതൊക്കെ രീതിയിലായിരിക്കും പൊതുസമൂഹത്തിന് ദോഷമാകുക എന്നുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. 50ഓളം വരുന്ന SDPI ഭീകരന്മാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 3 പേരാണ് പിടിയിലായതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കോഴിക്കോട് നിന്ന് ശിവദാസ് കന്മനം ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ശിവദാസ്, ഈ വളരെ ഗുരുതരമായൊരു വിഷയമാണ്. കാരണം ഈ SDPI പോലെയുള്ള സംഘടനകൾക്ക് ഏതെങ്കിലുമൊക്കെ പോക്കറ്റുകളിൽ സ്വാധീനമായി കഴിഞ്ഞാൽ, അവർ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ ആ നാട്ടിൽ എന്തൊക്കെ സംഭവിക്കും എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ്. ഒരു കൂട്ടം സ്ത്രീകൾ നടത്തുന്ന ഒരു പൊതുപരിപാടിക്കിടയിലേക്ക് അസഭ്യം പറഞ്ഞ് അങ്ങനെ ഇരച്ചു കയറുകയാണ് ആയുധങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ ഇത് പറ്റത്തില്ല, ജുമാ നിസ്കാരം നടക്കുമ്പോൾ ഇവിടെ മറ്റൊരു പരിപാടിയും പറ്റില്ല എന്ന് ആക്രോശിക്കുകയാണ്. ഇപ്പോൾ ഈ ഭീകരന്മാർക്കെതിരെ എന്തെങ്കിലും കടുത്ത നടപടി കേരള പോലീസ് എടുക്കാൻ സാധ്യതയുണ്ടോ ശിവദാസ്? ഗൗതം, വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ മധൂർ പഞ്ചായത്തിൽ ഉളിയത്തടുക്ക എന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ സർക്കാർ തലത്തിൽ നടത്തിയ ഒരു പരിപാടി ബോധപൂർവം അത് തടഞ്ഞിരിക്കുന്നത്. SDPI പ്രവർത്തകരാണ് അത് തടഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു ഹിന്ദുക്കളാണ് ഈ പരിപാടി നടത്തുന്നത്. ഇവിടെ ഇങ്ങനത്തെ ഒരു പരിപാടി നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല, പ്രത്യേകിച്ച് ജുമാ നമസ്കാരം നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ജുമാ നമസ്കാരം തടയാനുള്ള ഒരു നീക്കമാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ് സ്ത്രീകൾ അടക്കമുള്ള ആളുകൾക്ക് നേരെ വലിയ രീതിയിൽ സംഘർഷം ഉണ്ടാക്കാനുള്ള ഒരു നീക്കമാണ് അവിടെ കൂടിച്ചേർന്ന അല്ലെങ്കിൽ കൂട്ടമായി എത്തിയ SDPI പ്രവർത്തകർ അടക്കമുള്ള ഇസ്ലാമിസ്റ്റുകൾ ശ്രമിച്ചത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നിലവിൽ ഉയരുന്നുണ്ട്. 50ഓളം പേർക്കെതിരെ നിലവിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കണ്ടാൽ അറിയാവുന്ന 50ഓളം പേർക്കെതിരെയാണ് നിലവിൽ പോലീസ് FIR ഇട്ടിരിക്കുന്നത്. നിലവിൽ 5-ൽ താഴെ ആളുകളെ മാത്രമാണ് നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് വെള്ളിയാഴ്ച ജുമാ നമസ്കാരം നടക്കുന്ന പള്ളിക്ക് കുറച്ച് അപ്പുറത്തായിരുന്നു ഈ ഒരു പരിപാടി നടത്തിയിരുന്നത്. ശുചിത്വ മിഷന്റെ കീഴിലുള്ള ഹരിതചട്ട ബോധവൽക്കരണ പരിപാടിയാണ് സംഘടിപ്പിച്ചിരുന്നത്. വിവിധ കവലകളിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് കൂടി ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സർക്കാർ തലത്തിൽ തന്നെ ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്നുണ്ട്. ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുക എന്നതായിരുന്നു ഈ ഒരു പരിപാടിയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വിവിധ ഇടങ്ങളിൽ ഈ രീതിയിലുള്ള പരിപാടികൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കൂട്ടം ആളുകൾ ഈ പരിപാടി നടക്കുന്ന ഇടത്തേക്ക് എത്തിയത്. പിന്നീട് ബോധപൂർവം ഈ പരിപാടിക്ക് ഇടയിലേക്ക് കയറി വന്ന് ഇവിടെ ഇത് നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൈക്ക് തട്ടിപ്പറിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ പരിപാടി അലങ്കോലമാക്കുകയും ചെയ്തു. പിന്നീട് ഈ സംഭവ സ്ഥലത്തേക്ക് പോലീസ് എത്തി. വളരെ കുറച്ച് പോലീസുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ സമയത്ത് കൂടുതൽ നടപടികളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലോ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ആണ് അതിനുശേഷം കൃത്യമായി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് കണ്ടാലറിയാവുന്ന 50ഓളം പേർക്കെതിരെ പോലീസ് FIR ഇട്ടിരിക്കുന്നത്. നിലവിൽ 5-ൽ താഴെ ആളുകൾ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകളെ അറസ്റ്റ് ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ബോധപൂർവമായ ഒരു കലാപ നീക്കമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് FIR-ൽ തന്നെ അത് കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഹിന്ദുക്കളാണ്, ഹിന്ദുക്കൾ നടത്തുന്ന ഒരു പരിപാടി ഇവിടെ നടത്താൻ അനുവദിക്കില്ല എന്ന് പോലീസ് ഇട്ട FIR-ൽ അടക്കം അത് കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായി തന്നെ ബോധപൂർവമായ ഒരു കലാപത്തിനുള്ള ഒരു നീക്കവും ഒരു ശ്രമവുമാണ് അവിടെ നടന്നിരിക്കുന്നത്. കൃത്യമായി ഇതിനു പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതായത് ശിവദാസ്, ഈ SDPI പോലെയുള്ള സംഘടനകൾ നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അതിപ്പോൾ ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം. ഫ്രഷ് കട്ടിനെതിരെ അവിടെ വളരെ ശാന്തമായി നടക്കുന്ന ഒരു സമരത്തിനകത്തേക്കാണ് ഈ കൂട്ടർ നുഴഞ്ഞു കയറുകയും പിന്നീട് അതൊരു വലിയ സംഘർഷമായി മാറുകയും ചെയ്തത്. ഈ കാസർഗോഡ് നടന്നിരിക്കുന്ന സംഭവം, അവിടെ ഹരിതചട്ട ബോധവൽക്കരണ പരിപാടിക്ക് അകത്തേക്ക് ഇവർ കടന്നു വന്നുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇങ്ങനെ തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നെയ്യാറ്റിൻകരയിൽ ഒരു ശിവക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ ഉപദേവതകളുടെ പൂജയും മറ്റും തടസ്സപ്പെടുത്തുന്ന രീതിയിൽ SDPI ഭീകരന്മാർ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഇസ്ലാമിക കേന്ദ്രീകൃത ഭരണം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഈ സംഘടനയ്ക്ക് ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ സ്വാധീനമുണ്ടായാൽ അവിടെ ഇവരുടെ ഒരു അഴിഞ്ഞാട്ടമാണ്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിൽ അതിന് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നത് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളും പോലീസുമാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ശക്തമായ ഒരു നടപടി ഈ സംഘടനയ്ക്കെതിരെ എടുക്കാൻ കേരള പോലീസിനോ ഇവിടുത്തെ സർക്കാരിനോ താല്പര്യമില്ല എന്നുള്ളതല്ലേ?
തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. കാരണം കേരളത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ ഭീകരവാദികളുടെ ഒരു അഴിഞ്ഞാട്ടം ഉള്ളത്. പലപ്പോഴും മുൻപും അത് അത്തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ കൃത്യമായ ഒരു ഇടപെടലോ ഒരു നടപടികളോ ഒന്നും തന്നെ കേരളം ഭരിക്കുന്ന സർക്കാരുകൾ എടുത്തിരുന്നില്ല. UDF ആണെങ്കിലും ശരി, LDF ആണെങ്കിലും ശരി, മാറി മാറി വരുന്ന സർക്കാരുകൾ ഒരു ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ഭാഗമായി ഇവർക്ക് അനുകൂലമായി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ മുൻപ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കേരളത്തിൽ വന്നപ്പോൾ കേരളം ഭീകരവാദത്തിൻ്റെ ഹബ്ബായി മാറിയിട്ടുണ്ട് എന്ന് അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. അതിനുശേഷം പലതവണ ഇത്തരത്തിൽ നിരവധി ഭീകരവാദികളെ കേരളത്തിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. NIA അടക്കമുള്ള ദേശീയ അന്വേഷണ ഏജൻസികൾ പല ഇടങ്ങളിലും പരിശോധന നടത്തുന്ന ഭീകരവാദവുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടത്തുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അത് ഇവിടെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമുള്ള ഒരു കാര്യം. അതിന് കൃത്യമായി തന്നെ ഭരണത്തിൻ്റെ സാരഥ്യം വഹിക്കുന്ന ആളുകളിൽ നിന്നുള്ള ഒത്താശ അവർക്ക് ലഭിക്കുന്നുണ്ട്. അവരുടെ സഹായം ഇത്തരത്തിലുള്ള ഭീകരവാദ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള മതമൗലികവാദ സംഘടനകൾ ഇവിടെ അഴിഞ്ഞാടുന്നത്. പ്രത്യേകിച്ച് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്വാധീനം ഉള്ള മേഖല കൂടി ആണെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള ഒരു ഇസ്ലാമിസ്റ്റ് രീതിയിലുള്ള അഴിഞ്ഞാട്ടം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് മലബാറിലെ പല ഇടങ്ങളിലും അത്തരത്തിൽ നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട്. ഇപ്പോഴും അത് തുടരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലുള്ള ഉദാഹരണം മാത്രമാണ് ഇപ്പോൾ മത്തൂർ പഞ്ചായത്തിൽ നടന്നിരിക്കുന്ന ഈ ഒരു സംഭവം. കൂട്ടമായി എത്തി ഇവിടെ നമസ്കാരം തടസ്സപ്പെടുത്താൻ പാടില്ല, ഹിന്ദുക്കളുടെ പരിപാടി നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് സർക്കാർ തലത്തിലുള്ള ഒരു പരിപാടിയായിരുന്നു അത്. പക്ഷേ ഈ പരിപാടി നടത്തുന്ന ഉദ്യോഗസ്ഥർ മറ്റും ഇതര മത വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിൽ ഹിന്ദുക്കൾ നടത്തുന്ന ഒരു പരിപാടി ഇവിടെ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് തടസ്സപ്പെടുത്തുന്നു. അതിനെതിരെ രംഗത്ത് വരികയും അവിടെ കയ്യേറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. വർഗീയ കലാപത്തിനുള്ള നീക്കം നടത്താൻ ശ്രമിക്കുന്നു. കൃത്യമായി തന്നെ അവർക്ക് ഭരണതലത്തിലും മറ്റ് ഇടങ്ങളിലും ഇത്തരത്തിൽ ഭരണകേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഇത്തരത്തിലുള്ള സഹായങ്ങൾ കൂടിയാണ് ഇങ്ങനെ ഈ കേരളത്തിൽ ഇത്തരത്തിൽ പല ഇടങ്ങളിലും അവർക്ക് അഴിഞ്ഞാടാനുള്ള ഒരു അവസരം നൽകുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. മതമൗലികവാദ സംഘടനകളുമായി കൂട്ടുചേരാനുള്ള നീക്കമാണ് ഇടത് വലത് മുന്നണികൾ പല ഇടങ്ങളിലും നടത്തുന്നത്. പരസ്യമായി പലപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുമായോ അല്ലെങ്കിൽ SDPIയുമായോ കൂട്ടുചേരില്ല എന്ന് പറയുമ്പോഴും പല ഇടങ്ങളിലും ഇത്തരത്തിലുള്ള നീക്കുപോക്കുകൾ അവരുമായി ചേർന്നുകൊണ്ട് സഖ്യമുണ്ടാക്കുന്ന അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഉള്ള ഇടങ്ങളിൽ അവിടെ കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഉണ്ടാകുന്നില്ല, ചില ഇടങ്ങളിൽ LDFന് സ്ഥാനാർത്ഥി ഉണ്ടാകുന്നില്ല. അതായത് പരസ്യമായി തന്നെ പലപ്പോഴും എതിർപ്പ് പറയുമ്പോൾ പല ഇടങ്ങളിലും അവരോട് കൂട്ടുചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു അഴിഞ്ഞാട്ടം ഇവിടെ നടക്കുന്നത്. പ്രത്യേകിച്ച് മത്തൂർ പഞ്ചായത്തിലുള്ളത് ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ്. കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ കൃത്യമായി തന്നെ അത് തന്നെയാണ് ശിവദാസ്. അതായത് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ഈ ഭീകരശക്തികളെ താലോലിക്കുന്നു എന്നത് തന്നെയാണ് ഇവർക്ക് ഇത്രയും ധൈര്യം, പൊതുസമൂഹത്തിനെതിരെ ഇങ്ങനെ പ്രവർത്തിക്കാനുള്ള ധൈര്യം ഈ ഇസ്ലാമിസ്റ്റുകൾക്ക് കേരളത്തിൽ ലഭിക്കുന്നതിൻ്റെ കാരണം ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ തന്നെയാണ്. കാരണം ഈ രണ്ട് മുന്നണികളും അതിലെ രണ്ട് പ്രബല പാർട്ടികൾ, അത് CPM ആണെങ്കിലും ശരി കോൺഗ്രസ് ആണെങ്കിലും ശരി, അവർ ഇസ്ലാമിസ്റ്റുകളുമായി ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മലപ്പുറത്തൊക്കെ വെൽഫെയർ പാർട്ടിയുടെ ജമാഅത്തെ ഇസ്ലാമി പോലെ ഒരു മതരാഷ്ട്രീയവാദികളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് തന്നെ മുസ്ലിം ലീഗാണ്. കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കുന്നുണ്ട്. SDPIയുമായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കോൺഗ്രസിന് സഖ്യമുണ്ടായിരുന്നു. CPMനെ പറ്റി പിന്നെ പറയുകയേ വേണ്ട. അബ്ദുൽ നാസർ മദനിയുടെയൊക്കെ തോളത്ത് കൈയിട്ടുകൊണ്ടാണ് പിണറായി വിജയൻ ഒരു കാലത്ത് ശംഖുമുഖത്ത് പ്രസംഗിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ സ്വാഭാവികമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ തന്നെ കോട്ടാങ്ങൽ പോലുള്ള പഞ്ചായത്തുകളിൽ SDPIയും CPMും സഖ്യമായിട്ടാണ് ഒരു പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്നത് 5 വർഷക്കാലം. അപ്പോൾ ഇത് കൃത്യമാണല്ലോ. SDPIക്കും പോപ്പുലർ ഫ്രണ്ടിനും വെൽഫെയർ പാർട്ടിക്കുമൊക്കെ ഫ്രീ ഹാൻഡ് നൽകിയിരിക്കുകയാണ് ഈ സംസ്ഥാനത്ത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്ലാമിസ്റ്റുകൾ അത് പൊതുസമൂഹത്തിന് മുകളിലേക്ക് അവരുടെ ധാർഷ്ട്യമായി പല കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തും. അതൊക്കെ സർവ്വസാധാരണമാണ്. എന്തായാലും കേരളത്തിൽ കാര്യങ്ങൾ ഭാവിയിലെങ്കിലും മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.